അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു ചെറുപ്പക്കാരനാണ്. ഛത്തീസ്ഗഡിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു യുവാവ് തന്റെ ജീവിതാനുഭവം ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടി വി പ്രേക്ഷകർക്കൊപ്പം പങ്കുവയ്ക്കുന്നു. നല്ല വിദ്യാഭ്യാസവും നല്ല ജീവിത സാഹചര്യങ്ങളും ഉണ്ടായിട്ടും കർത്താവ് തന്നോട് സംസാരിച്ചു, കർത്താവ് തന്നെ വിളിച്ചു വേർതിരിച്ചു എന്നുള്ള ആ ഒരു നിയോഗം തന്റെ മേലുള്ളത് കൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ജനിച്ചു വളർന്ന ജീവിത സാഹചര്യത്തിൽ ചുറ്റുപാടുകളിൽ സമസൃഷ്ടങ്ങളോട് സുവിശേഷം പറയുവാൻ ജീവിതം സമർപ്പിക്കപ്പെട്ടതായ ഒരു ചെറുപ്പക്കാരൻ. മലയാളിയാണെങ്കിലും ജനിച്ചു വളർത്തപ്പെട്ടത് അന്യ സംസ്ഥാനത്തായതുകൊണ്ട് നന്നായി മലയാളം പറയുവാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും തൻ്റെ കഴിവിനൊത്ത് താൻ മലയാളത്തിൽ തൻ്റെ ജീവിതാനുഭവം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ എല്ലാ പ്രിയപ്പെട്ടവരും ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്കിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. കർത്താവിന്റെ ദാസൻ ആശിഷിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളു. എല്ലാവർക്കും പ്രൈസ് ലോർഡ്. ഞാൻ പാസ്റ്റർ ആശിഷ്. ചെറുത ഛത്തീസ്ഗഡിലാണ് ഞാൻ താമസിക്കുന്നത്. ഏഹ് എൻ്റെ ബോൺ ആൻഡ് ബോട്ടപ്പ് എല്ലാം പഠിച്ചതും ജനിച്ചതും എല്ലാം ഛത്തീസ്ഗഡിലാണ്. നാട്ടില് ട്രിവാൻഡ്രത്തിനാ സ്ഥലം കല്ലറല്. ബോൺ ആൻഡ് ബ്രോട്ടപ്പ് മൊത്തം ഛത്തീസ്ഗഡിലാ. അത്രയും മലയാളം എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കർത്താവ് സഹായിക്കട്ടെ, എല്ലാം പറയാനുള്ള ശക്തി തരട്ടെ. ഏഹ് ഞങ്ങൾ ഒരു ഹൈന്ദവ കുടുംബത്തിലാ ജനിച്ചത്. ബാക്ക്ഗ്രൗണ്ട് വിശ്വാസത്തിന് വന്നതാ മമ്മി. പിന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാ ജനിച്ചത്. മമ്മി ഉണ്ട്, ഞാൻ. പപ്പ 2021 കർത്താവിന് ഉറങ്ങിപ്പോയി. പിന്നെ ചേട്ടനുണ്ട്, വലിയ ചേട്ടനുണ്ട്, 10 വയസ്സ് മൂത്തതാ. ചേട്ടന്റെ ഭാര്യ ഉണ്ട്, 2 പിള്ളാരുണ്ട്. പിന്നെ ബോൺ ആൻഡ് ബോട്ടം മൊത്തം ഇവിടെയാ, പഠിച്ചതും ഇവിടെയാ. പിന്നെ ജനന സമയത്തിന് കർത്താവിനെ ഞാൻ അറിയുക. പക്ഷെ വിശ്വാസത്തിൽ വന്നത് അമ്മച്ചിയാ. അമ്മയുടെ അമ്മയാ വിശ്വാസത്തിന് അമ്മ എല്ലാവർക്കും കൊണ്ടുവന്നത്. പിന്നെ ഞാൻ പഠിച്ചതും ഇവിടെയാ. 12th ക്ലാസ്സും BSc നഴ്സിംഗും ഇവിടെയാണ് പഠിച്ചതാ. MSc നഴ്സിംഗും ഇവിടെയാണ് പഠിച്ചതാ. പിന്നെ മാരീഡ് അല്ല, സിംഗിളാ. ഐ എം നോട്ട് ടിൽ മാരീഡ് നൗ. സാക്ഷ്യം പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. കർത്താവിന് എത്തിരി നന്ദി പറഞ്ഞാലും അത് മതിയാവത്തില്ല. അത്തിരി നന്മകളും അത്തിരി നല്ല കാര്യങ്ങളും കർത്താവ് എൻ്റെ ജീവിതത്തിലാ ചെയ്തത്. വിശ്വാസത്തിന് വന്നതാ ഒരു വലിയ ഒരു സാക്ഷ്യ. ആ സാക്ഷ്യം ഇതാ. എൻ്റെ മമ്മി ഇവിടെ കല്യാണം കഴിച്ച് വന്ന ശേഷം 1985 എൻ്റെ മമ്മി ഇവിടെ നാട്ടില് ഇവിടെ കല്യാണം കഴിച്ച് വന്നത്. വന്ന ശേഷം മമ്മീന് അറിഞ്ഞൂടായിരുന്നു ഒരു കുടിയന്റെ കൂടെയാ എൻ്റെ കല്യാണം കഴിക്കുന്നെ. എൻ്റെ പപ്പ ഭയങ്കര ഡ്രിങ്ക് ആയിരുന്നു. പപ്പയും എന്നെ അങ്ങനെയല്ല, അൺഎഡ്യൂക്കേറ്റഡ് ഒരു വ്യക്തിയല്ല. നല്ല നല്ല വിദ്യാഭ്യാസം ഉണ്ട്. LLB ചെയ്തതാ. പിന്നെ ഒരു കാര്യം, പുള്ളി ഒരു ദൈവവിശ്വാസം ഇല്ല. ഒരു മന്ദിരത്തും പോകത്തില്ല, ഒരു മസ്ജിദും പോകത്തില്ല, ഒരു സ്ഥലത്തും പോകത്തില്ല. ഈശ്വരൻ ഇല്ല പറഞ്ഞാ ഇരുന്നത്. പക്ഷേ മമ്മി ഇവിടെ വന്ന ശേഷം എല്ലാം കാര്യം നോക്കിയ ശേഷം ഒത്തിരി സ്ഥലത്തിന് കൊണ്ടുപോയി. ഒത്തിരി സ്ഥലത്ത് എൻ്റെ അപ്പൂപ്പനും കൊണ്ടുപോയി, അപ്പാപ്പനും കൊണ്ടുപോയി. എല്ലാ സ്ഥലത്ത് കൊണ്ടുപോയി നോക്കി വന്ന്. ഒത്തിരി മന്ദിരത്തും ഒത്തിരി ആൾക്കാരുടെ അടുത്തും കൊണ്ടുപോയതാ. കൂടി പറഞ്ഞാൽ ഭയങ്കര കൂടി. രാവിലെ 4 മണിക്ക് എണീച്ചാൽ പുള്ളി ഇറങ്ങിയാൽ രാത്രി 12 മണിക്കാ വീട്ടിന് വരണത്. നല്ല ഒരു RTO ഓഫീസർ, പിന്നെ നല്ല ഒരു LLB പഠിച്ച ആള് അങ്ങനെ കുടിച്ച് നടക്കുക. ഒരു വെളിവില്ല, ഒന്നുമില്ല. അപ്പോ നമ്മൾ വീട്ടിനടുത്ത് ഒരു ചർച്ച് ഉണ്ടായിരുന്നു, ഷിലോ പ്രേയർ ടവർ. റെവറൻഡ് ലീല കുഞ്ചേലിയ പറഞ്ഞ ഒരു ആന്റി അത് അവിടെ ആൾക്കാരിന് വേണ്ടി പ്രാർത്ഥിക്കണായിരുന്നു.
ഒത്തിരി ശബ്ദം എല്ലാം കേൾക്കും. ആൾക്കാർ ഒത്തിരി വണ്ടിയിൽ വന്ന് ഇറങ്ങുക, ഭൂതം ഇറക്കുക, പിന്നെ പ്രാർത്ഥിക്കുക, സൗഖ്യമാവുക, അങ്ങനെ കേട്ടിട്ട് ഒരു ദിവസം കേട്ടിങ്ങനെ നടന്നതാ. മമ്മി ട്യൂഷന് എൻ്റെ ചേട്ടന് കൊണ്ടുപോകാൻ സമയത്ത് ഒരാള് പറഞ്ഞ്, "ഇവിടെ ഒത്തിരി ആൾക്കാർ വന്ന് സൗഖ്യം പ്രാപിക്കും. ഒത്തിരി ആൾക്കാർ നല്ലതായിട്ടുണ്ട്. ഇവിടെ നിന്റെ ഭർത്താവിനെ കൊണ്ടുവന്നാൽ ഒരു പ്രാവശ്യം നീ പ്രാർത്ഥിച്ച് നോക്ക്. നിന്റെ ഭർത്താവ് ശരിയായ നല്ല കാര്യം." അപ്പോ മനുഷ്യന്റെ കാര്യമല്ലേ. ഭയങ്കര വിശ്വാസം പെട്ടെന്ന് വരത്തില്ല. അവന്മാർ ഇതെല്ലാം കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല പറഞ്ഞിട്ട്. അത് കൂടി നടന്ന് ഒത്തിരി വർഷമായി കുടിച്ച്. ഒരു ദിവസം എന്റെ മമ്മി ഒത്തിരി സ്ട്രെസ്സില് പോയി ഫാനിന് വെളി കയറ് കെട്ടി. കയറ് എന്തിന് കെട്ടിയത്? തൂങ്ങി മരിക്കാൻ. തൂങ്ങി മരിക്കാൻ കയറാ കെട്ടിയത്. അപ്പോ റോഡിന് മേലെയാ വീട്. റോഡ് ര റൺ റോഡിന് മേലെയാ വീട്. 2 സ്ട്രീറ്റ് വിട്ടാ ചർച്ച്. റോഡിന് മേലെയാ വീടിന് വിൻഡോ ഓപ്പണാ. ഓപ്പൺ വിൻഡോന്ന് അത് ഫാനിന് മേലിൽ തുണി ഇട്ടിട്ടുണ്ട്. ഒരു ഷോൾ ഇട്ടിട്ടുണ്ട്. കയറ് കെട്ടി മരിക്കാൻ. അപ്പോ ഒരു പെണ്ണുമ്പിള്ള കണ്ട്. ഒരു സ്ത്രീ കണ്ട്. മാന്യ ഒരു സ്ത്രീ അവനെ പോയി കണ്ട്. പറഞ്ഞു, "നീ എന്താ ഓമന നീ ചെയ്യുന്നത്?" മമ്മീടെ പേര് ഓമനയാ. "ഓമന നീ എന്താ ചെയ്യുന്നത്?" അപ്പൊ പറഞ്ഞു, "ചേച്ചി എനിക്ക് മടുത്ത് ഇത് ജീവിതം. എനിക്ക് ജീവിക്കണ്ട. ചത്താ മതി. ഇനി ഒന്നുമില്ല. ഇത് മനുഷ്യൻ ഇവിടെ കുടിക്കുക. ഇത്തിരി വർഷത്തിന് കുടിക്കുക. മനുഷ്യന് ഒരു വെളിവില്ല. ഒന്നുമില്ല. അത് കുടിച്ച് മൊത്തം ജീവിതം നശിക്കുക." അപ്പോ അത് കഴുത്തിനകത്ത് കെട്ടിയിട്ടുണ്ട്. അത് പിടിച്ചിറക്കി അ അത് അത് സിറ്റുവേഷനിലാ ചർച്ചിനകത്ത് കൊണ്ടുപോയി. അപ്പോ അത് ആന്റി ഹിന്ദിക്കാരി, മലയാളിയല്ല. അഫ്തലിന് മലയാളം അറിഞ്ഞൂടാ. എത്രയാ മമ്മീന് ഹിന്ദി അറിഞ്ഞൂടാ. പുതിയ കല്യാണം കഴിച്ച് വന്നതാ. ഹിന്ദിയും അറിഞ്ഞൂടാ. അപ്പൊ അവിടെ പോയി പ്രാർത്ഥിച്ച് ആന്റി ഭയങ്കര എന്താ പറയണത്, ഒരു എംബ്രേസ് ചെയ്തും മുത്തം വച്ചും കെട്ടിപ്പിടിച്ച് ഒത്തിരി കരഞ്ഞ ആന്റി. പിന്നെ പ്രാർത്ഥിച്ച് വലിയ ഭാരത്തോടെ പ്രാർത്ഥിച്ചിട്ട് വിട്ട്. അതിനുശേഷം ചർച്ചിന് പോവാൻ മമ്മി സ്റ്റാർട്ട് ആയ ശേഷം 10 പോയി 2007 പപ്പന് സൗഖ്യം ആവുന്നത്. അതിനു മുമ്പേ എന്റെ ചേട്ടാമതിയുണ്ട്. ഞാനില്ല. എന്റെ ചേട്ടാമതി സിംഗിൾ അപ്പുവായിരുന്നു. ഞാൻ പ്ലാന്റ് ബേബി അല്ലായിരുന്നു. ആന്റിയുടെ അടുത്ത് പോയ സമയത്ത് ആന്റി ചോദിച്ചു, "നിനക്ക് ഒരു കുട്ടി ഇനി വേണ്ട പെണ്ണെ?" മമ്മി പറഞ്ഞു, "എന്റെ അമ്മച്ചി ഇത് ഇത്തിരി കുടിക്കുക. ഇത്തിരി കുടിച്ച് നടക്കുക. ഒരു കൊച്ചിന് എനിക്ക് നല്ലപോലെ പരിപാലിക്കാൻ പറ്റുന്നില്ല." അപ്പോഴാണ് രണ്ടാമത്തെ കൊച്ച് എടുക്കാൻ പോകുന്നത്. ഇവിടെ പ്രോബ്ലം എന്താ? മമ്മിയുടെ ബ്ലഡ് നെഗറ്റീവാ. ഓ നെഗറ്റീവ്. പപ്പാന്റെ ബ്ലഡ് ഓ പോസിറ്റീവാ. എന്റെ ചേട്ടന്റെ ശേഷം മമ്മി എത്ര കൊച്ചുങ്ങൾ കൺസീവ് ആയ എല്ലാം കൊച്ചുങ്ങൾ അലസിപ്പോയി. ഗർഭം എല്ലാം അലസിപ്പോയി. തന്നെ അലസിപ്പോയി. അത് RH ഫാക്ടറിന്റെ പ്രോബ്ലമാണ്. അപ്പോ ഇഞ്ചക്ഷൻ എടുക്കണം. മമ്മി അതെല്ലാം ഇഞ്ചക്ഷൻ എല്ലാം എടുത്തിട്ടില്ല. അതിനുശേഷം ദേവദാസി പ്രാർത്ഥിച്ച് പറഞ്ഞു, "എനിക്ക് ഒരു മോൻ ഇനി വേണം." മമ്മി പറഞ്ഞു, "എവിടെയാണ് മോൻ കിട്ടാനത്?" എന്റെ ചേട്ടന്റെ ശേഷം എനിക്ക് 10 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. 10 വയസ്സിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്. 10 വർഷം ശേഷം ഞാൻ പ്രാർത്ഥിച്ച ശേഷം 10 വർഷത്തിന് ശേഷമാ ഞാൻ എന്റെ അമ്മച്ചീനെ ഗർഭത്തിന് വരുന്നത്. അതിനുശേഷം 2007 പപ്പ രക്ഷിക്കപ്പെടുന്നത്. അത് രക്ഷിക്കപ്പെടുന്നതും അതും വലിയ ഒരു സാക്ഷിയാ. പപ്പ അപ്പഴും ഭയങ്കര കൂടിയാ. മമ്മി 1987 ചർച്ച് പോവാൻ സ്റ്റാർട്ടായി. 87 ചേട്ടൻ ജനിച്ച് 87 ശേഷം ചർച്ച് പോവാൻ സ്റ്റാർട്ട് ആയിട്ട് 87 2007 വരെ 2007 വരെ മമ്മി നോൺ സ്റ്റോപ്പ് ചർച്ചിൽ പോയി. ചർച്ച് പോയ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. പക്ഷെ പ്രാർത്ഥനയെ അറിഞ്ഞൂടാ. എങ്ങനെ പ്രാർത്ഥിക്കണം അറിഞ്ഞൂടാ. പിന്നെ ചർച്ചിന് പോകും. അവിടെ എല്ലാം വചനം എല്ലാം ഹിന്ദിയിലാ. മമ്മീനെ ഹിന്ദി അത്രയും അറിഞ്ഞൂടാ. അപ്പോഴും പോയി പ്രാർത്ഥിച്ചും കരഞ്ഞ് വരും. പ്രാർത്ഥിക്കും. വീട്ടിന്ന് പ്രാർത്ഥിക്കും. അപ്പോ എതിർപ്പും ഉണ്ട്. പപ്പാന്റെ ഭയങ്കര എതിർപ്പാ. അടിക്കും, പിടിക്കും. "നീ ബൈബിൾ വായിക്കുക. നീ ഇങ്ങനെ ചെയ്യുക. നീ ക്രിസ്ത്യാനി ആവുക." പറഞ്ഞ് ഭയങ്കര എതിർപ്പുമാ. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം
പുള്ളി നല്ല കുടിച്ച് നല്ല കേല് കെട്ട് വന്നിരിക്കുക. ഫ്രൈഡേ ദിവസമായിരുന്നു. അത് ഫ്രൈഡേ ദിവസം വന്നിട്ട് ഇരിക്കുക. മമ്മി പറഞ്ഞു, "അമ്മ ഒരു സ്ഥലത്ത് പോവാം പ്രാർത്ഥിക്കാൻ." പപ്പ പറഞ്ഞു, "ആ ശരി, ഒരു സ്ഥലത്ത് പോവാം. ഒരു അമ്മച്ചിയുണ്ട്. അവളുടെ വീട്ടിൽ അമ്മക്ക് പോണം. പ്രാർത്ഥിക്കണം." പപ്പ നല്ല അതിനില്ല, വെളിവില്ല. നല്ല കുടിച്ചിരിക്കുക. "ശരി, ഞാൻ പോവാം." പുതിയൊരു പാന്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഉം, പുതിയ പാന്റിന് പോക്കറ്റിനകത്ത് ഒരു കൊച്ചു കുപ്പി ചാരായം വച്ചിട്ടുണ്ട്. ആ ചാരായം അത് ഷിലോ പ്രേ ടവർ പറഞ്ഞിട്ട് ദുർഗ് ഛത്തീസ്ഗഡ് പദ്മനാഭപൂരിന് ആ പ്രേ ടവർ ഇപ്പോഴും ഉണ്ട്. കുറച്ച് ദിവസം മുമ്പേ ആ ദേവദാസി കർത്താവിന് ഉറങ്ങിയത്. പിന്നെ അകത്ത് കേറിയപ്പോ ദേവദാസി എന്റെ പപ്പനെ ചോദിച്ചു. എന്റെ പപ്പൻ, "നീ എന്തിനാ മോനെ കുടിക്കണത്?" പപ്പ പറഞ്ഞ്, എല്ലാം വിൽക്കുന്നില്ലേ, എല്ലാം ചാരായം എല്ലാ സ്ഥലത്ത് വിൽക്കുക, ഞാൻ കുടിക്കുക, അതിനെന്താ പ്രശ്നം? എല്ലാ ആൾക്കാരും വാങ്ങിച്ചു കുടിക്കുക, ഞാനും വാങ്ങിച്ചു കുടിക്കുക, അതിന് ഒരു പ്രശ്നമില്ല, ഒരു ഒരു പ്രോബ്ലം അതിനില്ല. നീ കുടിക്കണ്ട, നീ കുടിച്ച് നിന്റെ ജീവിതം നീ പാഴിപ്പോവുക. എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങൾ എന്തൊരു നിങ്ങളുടെ അടുത്ത് ശക്തി ഉണ്ടെങ്കിൽ എന്തൊരു ചെയ്ത് കാണിപ്പിക്കുക, ഞാൻ കുടി നിർത്താൻ. അപ്പോ അത് ആന്റി ഒന്നും പറഞ്ഞില്ല. ദേവദാസി ഒന്നും പറഞ്ഞില്ല. പിന്നെ കൈ വച്ചിട്ട് മതി പ്രാർത്ഥിച്ച്. കൈ വച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഇലക്ട്രിക് ഷോക്കിന് പോലെ ദൈവ സാന്നിധ്യം മൊത്തം ശരീരത്തിന് സ്പർശിച്ച്, ഇലക്ട്രിക് ഷോക്ക് പോലെ തലേന്ന് വരെ കാല് വരെ ഒരു ഇലക്ട്രിക് ഷോക്ക് പോലെ അടിച്ചപ്പോ അത് എത്രി കുടിച്ചത് അതെല്ലാം കെട്ട് മാറിപ്പോയി. അറിഞ്ഞൂടാ, കെട്ട് എല്ലാം മാറിപ്പോയി. മൊത്തം തുണി മൊത്തം വിയർപ്പിന് ചാറാനാട്ടം. മൊത്തം വിയർപ്പ് പറഞ്ഞാൽ നമുക്ക് വിയർപ്പ് പറയാനൊക്കത്തില്ല. അത് മൊത്തം ചാരായത്തിന് നാട്ടാ. പാന്റ് മൊത്തം ചാരായത്തിന് നാട്ടാ. മൊത്തം വിയർപ്പിന് മൊത്തം കുളിച്ചിട്ട് പ്രാർത്ഥിച്ച അത് ദേവദാസി പറഞ്ഞ്, നെക്സ്റ്റ് ഫ്രൈഡേ ഇനി നിങ്ങൾ വരണം. അപ്പോ പിന്നെ ചർച്ചിന് വേണ്ടി ഇറങ്ങിയപ്പോ പപ്പ തെറി വിളിക്കുക. എന്താ തെറി വിളിച്ചത്? ഞാൻ ഇവിടെ വന്നിട്ട് ഇത്രയും ഞാൻ ചാരായം രാവിലെ വൈകിട്ട് വരെ കുടിച്ചതാ. അത് കെട്ടും എല്ലാം മാറിപ്പോയി. നീ എവിടെയാ നീ എനിക്ക് കൊണ്ടുവന്നത്? അത് ദേവദാസി തലേന്റെ മേലിൽ കൈ വച്ച് എന്റെ കെട്ടെല്ലാം പോയി. എന്ത് മന്ത്രവാദം അടിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോ കുപ്പിനകത്ത് ഒരു കൊച്ചു കുപ്പി പോക്കറ്റിനകത്ത് ഇരിപ്പുണ്ട്. ആ പോക്കറ്റിനകത്ത് അത് ചാരായം വച്ചിട്ടാ പള്ളിനകത്ത് കേറുന്നത്. അത് സമയത്ത് അത് കൊച്ചു കുപ്പി താനെ പോക്കറ്റിനകത്തിന് താഴെ വീണ് പൊട്ടി. പോക്കറ്റും കീറിയിട്ടില്ല, ഒരു സ്റ്റിച്ച് ഇളകിയിട്ടില്ല. താനെ പോക്കറ്റിനകത്തിന്റെ അത് ചാരായം കുപ്പി താഴെ വീണപ്പോൾ ഒരു അതിശയം. പുതിയ പാന്റ് അല്ലേ, ഒരു സ്റ്റിച്ചും ഇറങ്ങിയിട്ടില്ല, ഒന്നുമില്ല. പള്ളീന്റെ സ്റ്റെപ്പിലാ അതെല്ലാം പൊട്ടി താഴെ വീണത്. അടുത്ത ദിവസം പിന്നെ ഓഫീസ് ഇറങ്ങിപ്പോയി. അടുത്ത ദിവസം പിന്നെ പപ്പ വിചാരിച്ച് ഒരു പ്രാവശ്യം ഇനി പോയി കുടിക്കാം. ബാറിനകത്ത് കേറാൻ കാല് വച്ചതാ തല എല്ലാം പെരുത്ത് പിടിച്ച്. അത് ദിവസം അത് പുള്ളി ചാരായം വിട്ട് സ്നാനപ്പെട്ട് ഒരു പുതിയ ജീവൻ പ്രാപിക്കുന്നുണ്ട്. ഞാൻ കർത്താവിന് ഞാൻ എല്ലാ ഫാമിലി, എന്റെ അമ്മുമ്മയും മമ്മിയും ചേട്ടനും പപ്പയും എല്ലാം കർത്താവിന് വന്ന് വിശ്വാസത്തിന് വന്ന് സ്നാനം പ്രാപിച്ച്. പിന്നെ ഞാൻ മിനിസ്ട്രിനകത്ത് ഇറങ്ങുന്നത് എന്റെ അകത്ത് എപ്പോഴും ഒരു എന്താ പറയുന്നത്, കർത്താവിന് വേണ്ടി ഒരു ദാഹം ഉണ്ടായിരുന്നു. അമ്മ പള്ളി പെന്തിക്കോസ്റ്റൽ പള്ളിയാ. എല്ലാരും ഭയങ്കര അഭിഷേകം പ്രാപിച്ചും പിന്നെ അന്യഭാഷയിലും പ്രാർത്ഥിച്ചും നല്ല എന്താ പറയുക, ശക്തിപ്പെടുന്ന ഒരു ചർച്ചായിരുന്നു. അപ്പോ എനിക്ക് 10 വയസ്സില് എന്റെ മനസ്സിൽ നടക്കുക, എല്ലാരുടെ മേലിൽ പരിശുദ്ധാത്മാവ് വരുക. എല്ലാരും അന്യഭാഷയിൽ സംസാരിക്കുക. എല്ലാരും ചാടുക. എല്ലാരും ഒരു ഉണർവുണ്ട്, ഒരു ആനന്ദമുണ്ട്. അത് ആനന്ദം എനിക്കും വേണം. 10 വയസ്സിൽ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ സ്റ്റാർട്ട് ആക്കി. എനിക്കും പരിശുദ്ധാത്മാവ് വേണം. എനിക്കും കർത്താവിന്റെ ആത്മാവിൽ നിറയ്ക്കണം. എനിക്കും അത് അഭിഷേകം വേണം പറഞ്ഞിട്ട്. 10 വയസ്സിലും കർത്താവ് എന്റെ അത് വിളിയും എന്റെ അത് പ്രാർത്ഥനയും കർത്താവ് കേട്ട്
10 വയസ്സിൽ കർത്താവ് എനിക്ക് പരിശുദ്ധാത്മ അഭിഷേകത്തിന് നിറച്ചതിന് ശേഷം ഒത്തിരി അപ്പൊ കൊച്ചല്ലേ നമ്മക്ക് ഒത്തിരി അതെല്ലാം അറിഞ്ഞൂടാ. കർത്താവിന് സ്നേഹം ഒത്തിരിയാ. എല്ലാ ദിവസവും വചനം വായിക്കും. എല്ലാ ദിവസവും പഠിക്കും. ഒരു ചീത്ത ആൾക്കാരുടെ കൂടെ കൂട്ടില്ല. എല്ലാം എപ്പോഴും ഒരു പേടിയാ. കർത്താവ് എനിക്ക് എന്നോട് സംസാരിക്കത്തില്ല. പരിശുദ്ധാത്മാ എന്നെ വിട്ടു പോകും. കൊച്ചിന് ഒരു കൊച്ചു ബുദ്ധിയല്ലേ. 10 വയസ്സിന് എത്രയാ ബുദ്ധി ഇരിക്കുന്നത്. അതേ സമയത്തും കർത്താവ് നടത്തി. പിന്നെ നമ്മൾ ഇവിടെ ദുർഗിന് സ്ഥലം വിട്ട് നമ്മൾ ചറോദാലിൽ പോയി. ചറോദാലിൽ പോയ ശേഷം അപ്പോ പ്രെയർ ലൈഫ് ഒത്തിരി കുറച്ച് ഇനി ഇൻക്രീസ് ആയി. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. അത് സമയത്ത് കർത്താവ് ഒരു എന്താ പറയണ ഒരു ആത്മഭാരം തന്നു പ്രാർത്ഥിക്കാൻ. അപ്പോ വീട്ടിലാ ഞങ്ങള് വൈകിട്ട് പ്രാർത്ഥന വയ്ക്കാൻ സമയത്ത് നെയ്ബർഹുഡിന് ആൾക്കാർ വരും, പ്രാർത്ഥനയിൽ ഇരിക്കും, അവരുടെ വിഷയം പറയും, പ്രാർത്ഥിക്കും. പക്ഷെ നോർമലാ പ്രാർത്ഥന, അങ്ങനെ അത്ര അതില്ല. പക്ഷെ അത് പ്രാർത്ഥിച്ച് കർത്താവിന് ബലപ്പെട്ട് സൗഖ്യമാവാൻ സ്റ്റാർട്ടായി. രോഗം മാറുക, ഭൂതം ഇളകുക, അത് പ്രാർത്ഥിക്കാൻ സമയത്ത് അത് അത് കുറച്ചായിട്ട് അത് ഒത്തിരി ആൾക്കാർ പിന്നെ അറിയാൻ തുടങ്ങി ഇവിടെ പ്രാർത്ഥന നടക്കുക, പ്രെയർ നടക്കുക പറഞ്ഞിട്ട്. പിന്നെ ചെറുതാന് അത് ഒത്തിരി പിന്നെ കർത്താവ് ഒരു ഭാരം തന്ന് കർത്താവ് സംസാരിച്ച് ഈ ഒരു ദിവസം ട്യൂസ്ഡേന് ദിവസം ഉപവസിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ട്യൂസ്ഡേ ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ഒത്തിരി ആൾക്കാർ രാവിലെ 7 മണി വരെ രാത്രി 11 മണി വരെ ആൾക്കാർ വന്നു പോവുക. സൗഖ്യവും പിന്നെ ഒത്തിരി ആൾക്കാർ കർത്താവിനെ അറിയാനും അങ്ങനെ ചെയ്ത് അത് മിനിസ്ട്രി തുടങ്ങി. ഞാൻ ഒരു ബൈബിൾ കോളേജ് പോയിട്ടില്ല. ഞാൻ മുമ്പേ പറയുക, ഒരു സെമിനാർ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഒരു ബൈബിൾ കോളേജിന് ഒരു പടിയും ഞാൻ കണ്ടിട്ടില്ല. അതെല്ലാം കർത്താവ് പരിശുദ്ധാത്മാവിന്റെ നടപ്പിന് നടന്നതാ. എല്ലാം കർത്താവിന് എല്ലാം കാര്യത്തിന് വലിയ ഒരു മഹത്വം ഉണ്ട്. എല്ലാം മഹിമയും മഹത്വവും കർത്താവില്ല. പിന്നെ അത് നടന്നു അത് ആൾക്കാർ ഒത്തിരി കൂടിയ ശേഷം ഒരു വീടിനൊരു പ്രശ്നം വന്നിട്ട് നമ്മളത് ബിലായി ചറോദാന് അത് വീട് നമ്മൾ വിട്ടിട്ട് ശേഷം ജസ്റ്റ് നെയ്ബർഹുഡിന് ജസ്റ്റ് നെക്സ്റ്റ് ടു അത് വീടിന് ഒരു നമ്മൾ വീട് റെന്റിൽ എടുത്ത്. ഇത് പപ്പന്റെ കൂട്ടുകാരന്റെ വീടായിരുന്നു. അവിടെ ആ ചർച്ച് നടക്കുന്നത്. അവിടെ ഒരു കൊച്ചു ഹാളാ. ഞാൻ എന്റെ പാസ്റ്റർ ഓർഡിനേഷനും കഴിഞ്ഞിട്ടില്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. എപ്പോഴും ഒരു ആത്മഭാരം. കൊച്ചു ഹാൾ, ആൾക്കാർ ഒത്തിരി, റോഡിന് വരെ ആൾക്കാരെ നിൽക്കുക. ആൾക്കാരിന് ഇരിക്കാൻ സ്ഥലമില്ല. അത് റോഡിന്റെ മേലി, വണ്ടിന്റെ മേലി, പാറേന്റെ മേലി അങ്ങനെ ഇരുന്ന് വചനം കേൾക്കുക. ഇവിടെ സാറിന് അറിഞ്ഞൂടാ, ഇവിടെ ഛത്തീസ്ഗഡിൽ ഭയങ്കര ചൂടാ. മെയ് മാസത്തിലും ജൂൺ മാസത്തിലും പൊരിഞ്ഞ ചൂടാ. കാല് തറേന വെക്കാൻ ഒക്കത്തില്ല. നമ്മള് കാല് തറയിൽ വെച്ചാൽ കാലും വരെ പൊള്ളിപ്പോവും. അങ്ങനെ പോലെ ചൂടാ. അത് ചൂടത്തും ആൾക്കാര് അത് കോട പിടിച്ചും തുണി വച്ചിട്ടും പിന്നെ കാലിന് വെള്ളം ഒഴിച്ചും അത്രയും ദാഹത്തിന് കർത്താവിന്റെ വേണ്ടി അത്രയും ദാഹത്തിൽ നിൽക്കുക. അപ്പോ എനിക്ക് അപ്പോഴും അറിയാം, 12 ഫെബ്രുവരി 2019 വൈകിട്ട് 7 മണിക്ക്, എനിക്ക് ഇപ്പോഴും അത് സമയം നല്ലപോലെ ഓർമ്മ ഉണ്ട്. എന്റെ വീട്ടിൽ ഞാൻ സോഫ സെറ്റിന് കിടക്കാൻ സമയത്ത് ഒരു ശബ്ദം, ടി വി എല്ലാം സ്റ്റാർട്ടാ, എല്ലാം വീട്ടിലെ ആൾക്കാർ എല്ലാം ഉണ്ട്. ഒരു ശബ്ദം ഞാൻ കേട്ട്, നീ എനിക്ക് നിന്റെ റൂമിൽ നീ പോ. ഞാൻ മിണ്ടായി നിന്ന് ആരാ സംസാരിച്ചത്? ഭയങ്കര ഒരു ശബ്ദം. അത് ശബ്ദം കേട്ട് ഞാൻ പിന്നെ കിടന്നു. ഞാൻ അപ്പൊ വിചാരിക്കുക, എന്റെ മനസ്സിന് ഞാൻ പറയുക, എന്റെ കർത്താവേ, എപ്പോഴാ നല്ല ഒരു പ്രെയർ ഹാൾ എനിക്ക് കിട്ടുന്നത്? ആൾക്കാരിന് നിൽക്കാനും സ്ഥലമില്ല, ഇരിക്കാനും സ്ഥലമില്ല, ഒട്ടും സ്ഥലമില്ല. ഞാൻ എപ്പോഴാ ഇതെല്ലാം ആവുന്നത്? അപ്പൊ പിന്നെ ഒരു ശബ്ദം ഇനി കേട്ട്, നീ നിന്റെ റൂമിൽ പോ, എനിക്ക് നിന്റെ കൂടെ സംസാരിക്കണം. അപ്പോഴും ഞാൻ വിചാരിച്ച് എന്റെ മനസ്സിനകത്തിന് ആ കാര്യം അങ്ങനെ ഒന്നുമില്ല.
അതിനുശേഷം പിന്നെ അത് സൗണ്ട് ഭയങ്കര ഒച്ചയ്ക്ക് ഞാൻ കേട്ട്. "നീ നിന്റെ റൂമിൽ പോയി നിന്നോട് എനിക്ക് സംസാരിക്കണം." അപ്പോൾ ഞാൻ അറിഞ്ഞ കർത്താവിന്റെ ശബ്ദ. ഞാൻ റൂമിനകത്ത് പോയി പുട്ടിയിട്ട് ഞാൻ മുട്ടെക്കാല് വന്ന് എന്റെ ഭാര്യയുടെ അടുത്ത് മുട്ടെക്കാല് വന്ന്. അപ്പോൾ ടിവി എല്ലാം ഓണാ. എല്ലാം ശബ്ദം കേൾക്കാം. പക്ഷേ ഒരു നിമിഷം ഞാൻ മുട്ടേല് ഞാൻ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിച്ച സമയം ഒ റൂമിനകത്ത് ഭയങ്കര ഒരു പ്രകാശം. ഇത്തിരി പ്രകാശം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഉം 1000 ബൾബിന് ഞങ്ങൾ കത്തിക്കും അത്തിരി പ്രകാശം. അതിനും ഒത്തിരി പ്രകാശം. ആ പ്രകാശത്തിന് എല്ലാം സൈലന്റ് ആയി. ടിവിന് സൗണ്ടും കേൾക്കാൻ വയ്യ. പക്ഷേ വാച്ചിന്റെ സൗണ്ട് കേൾക്കാം. വാച്ചിന്റെ സെക്കൻഡിന്റെ സൗണ്ട് നമുക്ക് നല്ലപോലെ കേൾക്കാം. അത് സമയത്ത് ഒരു കണ്ണും തുറക്കാൻ വയ്യ. കണ്ണ് തുറക്കാൻ ഞാൻ ശ്രമിക്കുക. കണ്ണും തുറക്കാൻ വയ്യ. അത് ഭയങ്കര ലൈറ്റ്. അത് ലൈറ്റിന് ഒരു ആള് നടന്നു വരുക. നടന്നു വരുന്ന ആള് ഒരു കുപ്പായം ഇട്ടിട്ടുണ്ട്. അത് കുപ്പായത്തിന് മൊത്തം രക്തം. രക്തം ഒലിക്കുക. കൈ കൈയിന് രക്തം. തല മുഖം നമുക്ക് കാണാൻ വയ്യ. മുഖം നല്ല പ്രകാശ. തലമുടി മൊത്തം രക്തം. അത് രക്തത്തിന് കുളിച്ച ഒരു മനുഷ്യൻ വരുക. അതിന് കണ്ടിട്ട് ഞാൻ കരയാൻ ആരംഭിച്ചു. ഞാൻ പറഞ്ഞു, "ഇത് എന്താ? എന്റെ കണ്ണൊന്നും എനിക്ക് തുറക്കാൻ വയ്യ. ഇത് എന്താ? എനിക്ക് അറിയാൻ വയ്യ." അപ്പോ ഒരു ശബ്ദം വന്ന്, "ഞാൻ നിന്റെ യേശുവാ. നിനക്ക് അറിഞ്ഞൂടെ? ഞാൻ നിന്റെ യേശുവാ." അപ്പൊ ഞാൻ ഒത്തിരി കരഞ്ഞു. ഒത്തിരി കരഞ്ഞപ്പോൾ അത് ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല. അത് ആളെ മുമ്പില് നീ പറയണത്. നീ എന്തിനാ അത്രയും വേവലാതിപ്പെടുന്നത്? നീ എന്തിനാ അത്രയും ടെൻഷൻ എടുക്കുന്നത്? നിന്റെ നിന്റെ അത് ചർച്ചിന്റെ ഹാള് ഞാൻ ഉണ്ടാക്കും. അതൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. നിന്റെ ചർച്ചിന്റെ ഹാൾ ഞാൻ ഉണ്ടാക്കും. പക്ഷേ ഞാൻ നിന്നോട് ഒരു കാര്യം പറയുക. ഞാൻ പറഞ്ഞു, എന്റെ കർത്താവേ, നീ പറ. എന്താ കാര്യം? നീ പറ. നിനക്ക് എന്റെ കൂടെ ദുഃഖം എടുത്ത് ദുഃഖം എടുത്ത് എന്റെ കൂടെ നടക്കാൻ ഒക്കെങ്കില് നീ എന്റെ കൂടെ നട. ഇല്ലെങ്കിൽ നീ തിരിച്ചു പോ. എന്റെ കൂടെ നിനക്ക് വരാൻ ദുഃഖം വേണ്ട പറഞ്ഞിട്ട് നീ എന്റെ കൂടെ വരലില്ല പറയണെങ്കിൽ യു ക്യാൻ ഗോ ബാക്ക്. ഇഫ് യു ഡോണ്ട് വാണ്ട് എനി സോർട്ട് ഓഫ് സോറോ യു ക്യാൻ ഗോ ബാക്ക്. അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാം ദുഃഖം ഞാൻ എടുക്കാനും എന്റെ ദേഹത്തിന്റെ ദുഃഖം എടുക്കാൻ എല്ലാത്തിനും ഞാൻ റെഡിയാ. പക്ഷേ ഞാൻ തിരിച്ചു പോകുന്നില്ല. തിരിച്ചു ഞാൻ പോകത്തില്ല. ഇത് കർത്താവിന്റെ വേല വിട്ട് ഞാൻ തിരിച്ചു പോകത്തില്ല. അപ്പൊ പിന്നെ കർത്താവ് പറഞ്ഞു, നിനക്ക് ഇത് ലോകത്തിന്റെ എല്ലാം കാര്യം നിനക്ക് വേണം. എന്റെ കൂടെ നീ വരണ്ട. സ്വർണം, പിന്നെ കാറും, പിന്നെ ബംഗ്ലാവും, എനിക്ക് ഒത്തിരി നിനക്ക് പോഷ് ലക്സറിയസ് ലൈഫ് വേണം. നീ എന്റെ കൂടെ നടക്കാൻ എനിക്ക് ഒക്കത്തില്ല. എന്റെ വേലനെ നീ ദുഃഖം അനുഭവിച്ച് നിനക്ക് നടക്കാൻ ഒക്കെങ്കില് നീ എന്റെ കൂടെ നടാം. അതിനുശേഷം ഞാൻ ഒത്തിരി കരഞ്ഞിട്ട് കർത്താവ് ഒത്തിരി കാര്യം പറഞ്ഞു. നമ്മളുടെ ചർച്ചിന് കർത്തവ്യക്ഷയില്ല. ഞാൻ പാസ്റ്റർ ഓർഡിനേഷൻ ആയിട്ടില്ല. ഒരു പാസ്റ്ററും വേറെ ഇല്ല. മീറ്റിംഗ് മതി നടക്കുക. കർത്തവ്യക്ഷ ആരും എടുക്കത്തില്ല. അപ്പോൾ കർത്താവ് മുമ്പേ ഞാൻ പറയണത്, നിന്റെ പള്ളിന് ഞാൻ ഉണ്ടാക്കി ഞാൻ തരാം. അതിനുശേഷം അപ്പൊ നിന്റെ പള്ളിനകത്ത് കർത്തവ്യക്ഷ എടുക്കണം. ഞാൻ പറഞ്ഞത്, എനിക്ക് അറിഞ്ഞൂടാ എന്റെ കർത്താവ്. ഞാൻ ഒരു പാസ്റ്റർ അല്ല. ഞാനൊരു ട്രെയിനിങ് എടുത്തിട്ടില്ല. ഞാനൊരു ബൈബിൾ സ്കൂളിൽ ഞാൻ പോയിട്ടില്ല. കർത്താവ് പറയുക, കർത്തവ്യക്ഷ നിന്റെ ചർച്ചിനകത്ത് എടുക്കണം. നീ കർത്തവ്യക്ഷ എടുത്താല് അപ്പോ നിന്റെ പള്ളി ഒരു ശക്തിപ്പെടുത്തുന്നത്. ഒരു കർത്താവിന്റെ ശക്തിയും ബലവും അതിനകത്ത് വരത്തുള്ളൂ. ഞാനെല്ലാം 45 മിനിറ്റ്സ് 45 മിനിറ്റ് കർത്താവ് സംസാരിച്ചു. ആ 45 മിനിറ്റ് അറിയാൻ ഒത്തില്ല. ദ റൂം വാസ് ഫുൾ ഓഫ് പ്രസൻസ് ഓഫ് ഗോഡ്. എവറിത്തിങ് വാസ് സൈലന്റ്. എല്ലാം നിശബ്ദമായിരിക്കുക. പക്ഷേ അത് റൂമിനകത്ത് ഒരു കർത്താവിന് ഒരു വലിയ സാന്നിധ്യം ഉണ്ട്. മനസ്സിനൊരു സുഖമുണ്ട്. ഒരു ഭാരം എല്ലാം പോയി. ജസ്റ്റ് 1 വീക്ക് ആഫ്റ്റർ, ഒരാഴ്ചന് ശേഷം ഒഡീസാന് ഒരു മീറ്റിംഗിന് എനിക്ക് വിളിച്ച്. ഞാൻ ഒഡീസാന്റെ മീറ്റിംഗിന് പോയിട്ട് ഞാൻ വന്ന ശേഷം എനിക്ക് അറിഞ്ഞൂടാ, ചർച്ചിന് കുറച്ച് കാശ് ഞാൻ വച്ചിരുന്നു ചർച്ചിന് വേണ്ടി.
അറിഞ്ഞൂടാ പൈസ എവിടെന്ന് വന്ന് എങ്ങനെ വന്ന് എനിക്ക് ഒന്നും ഇതുവരെ അറിഞ്ഞൂടാ. പക്ഷെ അത് ഒരു കൊച്ചു റൂമായിരുന്നു. കൊച്ചു റൂമിന് കർത്താവ് ഒരു വലിയ ഹാളായിട്ട് അതിന് മാറ്റി. കർത്താവ് അതിന് വലിയ തന്നെത്താനെ ആൾക്കാർ വന്ന് ഇത് നമുക്ക് ഒരു വലിയ ഹാളായിട്ട് മാറ്റാൻ പറഞ്ഞു. ഹാളായിട്ട് മാറ്റി. പിന്നെ അത് അത് 2019 ജൂൺ 19 എന്റെ പാസ്റ്റർ ഓർഡിനേഷൻ ആയി. ആംഗ്ലിക്കൻ എപ്പിസ്കോപ്പിക്കൽ ഓഫ് ഇന്ത്യ എനിക്ക് ഒരു പാസ്റ്റർ ഓർഡൈൻഡ് ആക്കി. ഛത്തീസ്ഗഡ് അത് സമയത്ത് എനിക്ക് മതി 18 വയസ്സ് മതിയുണ്ട്. 18 ഇയേഴ്സ്. ജസ്റ്റ് 18 ഇയേഴ്സ് മതി കഴിഞ്ഞതാ. അത് സമയത്ത് ഐ വാസ് ദ ഫസ്റ്റ് മൈനർ പാസ്റ്റർ. മൊത്തം ഒത്തിരി കം ഏജിനുള്ള പാസ്റ്റർ ഛത്തീസ്ഗഡിന്. അതും ആംഗ്ലിക്കൻ എപ്പിസ്കോപ്പിക്കൽ ഓഫ് ഇന്ത്യയിൽ ഒത്തിരി കുറവ് ഏജ് ഉള്ള പാസ്റ്റർ ഞാനായിരുന്നു. അതിനുശേഷം കർത്താവ് വലിയ വലിയ കാര്യം മിനിസ്ട്രിയിൽ ചെയ്ത് ആൾക്കാർ കൂടി. കർത്താവ് വലിയ വലിയ ഹീലിങ്ങും പിന്നെ എല്ലാം കാര്യം കർത്താവിന്റെ മഹത്വം എടുത്ത് ചർച്ച് വലിയതായി. ആൾക്കാര് ഒത്തിരി വന്ന് ഒത്തിരി ആൾക്കാർ രക്ഷപ്പെട്ട് അങ്ങനെ ആൾക്കാര് വന്നതാ. പറഞ്ഞാലും മുസ്ലിമും പഞ്ചാബിയും അങ്ങനെ പോലെ ആൾക്കാർ അത് പെട്ടെന്ന് വിശ്വസിക്കത്തില്ല. അതിന് മുമ്പേ കർത്താവ് മാനിച്ച്. അതാ വലിയ കാര്യം. കർത്താവിന്റെ പേര് മാനിച്ച്, കർത്താവിന്റെ ദാസനും മാനിച്ച്. കർത്താവ് എവിടെ ലജ്ജയാവാൻ തന്നില്ല. എല്ലാ സ്ഥലത്ത് ദുഃഖം വന്ന്, പ്രശ്നവും വന്ന്, ടെൻഷനും വന്ന്, എല്ലാ സിറ്റുവേഷനും കർത്താവ് നല്ല പോലെ പരിപാലിച്ച് നടത്തി. ഇപ്പോൾ ഒരു മാസം മുമ്പേ കുറച്ച് ചർച്ചിന് ഒരു പെർസിക്യൂഷനുമായി ഇവിടെ ഒത്തിരി അങ്ങനെ ആൾക്കാരുണ്ട് പെർസിക്യൂഷന് വേണ്ടി. അത് പെർസിക്യൂഷനായി. അതിനുശേഷവും ഇത് ഫെബ്രുവരി 8 അത് ദിവസത്തിന് ചർച്ചിന് ഒത്തിരി ആൾക്കാരും പെർസിക്യൂഷൻ എല്ലാം ആയി. അതിനുശേഷം ചർച്ച് ബന്ധായില്ല. ചർച്ച് നടക്കുക, ചർച്ച് വളരുക, കർത്താവിന്റെ അഭിഷേകത്തിന് നടക്കുക. ഒത്തിരി ആൾക്കാർ, ഒത്തിരി യങ്സ്റ്റേഴ്സ് കുടിയും പിന്നെ ഡ്രഗ്സും ഒത്തിരി കാര്യത്തിന് കർത്താവ് അതിന് അഫ്തലിന് വെളി ഇറക്കി. കർത്താവിന് ഇപ്പോൾ അഫ്തല് ജോലി ചെയ്യുക, വേല ചെയ്യുക ചർച്ചിനകത്ത്. അതാ വലിയ ഒരു കാര്യം. എനിക്ക് ഇപ്പോഴും അറിയാം. നമ്മള് പള്ളിന്ന് ഒരു സിസ്റ്ററാ വന്നത്. ഇപ്പൊ അത് പള്ളിന്ന് എല്ലാ കാര്യവും ട്രഷറാറും അത് സിസ്റ്ററാ. അത് ക്രിസ്ത്യനാ. MSc നഴ്സിംഗ് ചെയ്ത നല്ല പഠിപ്പുണ്ട്. അസോസിയേറ്റ് പ്രൊഫസറാ. പക്ഷേ അത്തിരി ഡ്രഗ്സിന്റെ പിടിയിലായിരുന്നു. ഡ്രഗ്സ് അത് സ്ത്രീ ഡ്രഗ്സ് എടുത്ത് കൈന് ലെഫ്റ്റ് കൈ മൊത്തം ദ്രവിച്ചു പോയി. അവിടെ മൊത്തം മാംസം ഇല്ല. ഒരു കൈന് മേലി അത് മൊത്തം എല്ലാം നമുക്ക് കാണാം. അത് മൊത്തം ദ്രവിച്ചു പോയി, മൊത്തം അലിഞ്ഞു പോയി. അത് ഒരു സ്ഥലത്തും അത് ഇഞ്ചക്ഷൻ എടുത്ത് അത്തിരി അഡിക്ഷനില അത് സ്ത്രീ ചർച്ചിന് വന്നത്. ചർച്ചിന് വന്ന ശേഷം അത് പൈശാചിക ശക്തിയും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ആയിട്ട് അത് കർത്താവ് വിടുവിച്ച്, കർത്താവ് സ്പർശിച്ച് ജീവിതം എല്ലാം മാറ്റിമറിച്ച്. അതിനുശേഷം അത് സിസ്റ്ററിന് ഏജ് ഓഫ് 45 ഇയേഴ്സിന് ഇതുവരെ ഒരു കൊച്ചും ഉണ്ടായിട്ടില്ല. ഇതുവരെ ഒരു കൊച്ചും ഇല്ല. ഇത്തിരി വർഷത്തിന് മാരേജിന് ഒരു കൊച്ചും കിട്ടിയിട്ടില്ല. അത് സ്നാനപ്പെട്ട ശേഷം ചർച്ചിന് ഇങ്ങനെ എല്ലാവരും ലാസ്റ്റ് പ്രേയറിന് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാവർക്കും കൊച്ചില്ല, കർത്താവ് കൊച്ചു തരണമേ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അത് സമയത്ത് അത് സിസ്റ്റർ മതി വേറിന് മേലിൽ കൈ വച്ചിട്ട് ആമേൻ മതി പറഞ്ഞതാ. അറ്റ് ദ ഏജ് ഓഫ് 45 ഒരു 2 മാസത്തിന് അത് സിസ്റ്റർ കൺസീവ് ആയിട്ട് അറ്റ് ദ ഏജ് ഓഫ് 45 അവൾക്ക് ഒരു കൊച്ചുണ്ട്. ഇപ്പൊ ഒരു പെൺകൊച്ചുണ്ട്. ഇപ്പോ 2-3 വയസ്സുണ്ട് അത് കൊച്ചിന്. കർത്താവ് അങ്ങനെ ചെയ്ത് വലിയ വലിയ കാര്യം കർത്താവ് ചെയ്തതാ. പിന്നെ ഒത്തിരി ഹോസ്പിറ്റൽസിലും പിന്നെ ഒത്തിരി വീട്ടിലും പിന്നെ ഒത്തിരി സ്ഥലത്തിലും കർത്താവിന്റെ മഹത്വം എടുത്തതാ. എൻ്റെ 1 ലക്ഷം മതിയുണ്ട്. ഞാൻ ഇതുവരെ ഞാൻ സത്യം പറയണത്, ഞാൻ കല്യാണത്തിനും ഞാൻ ആഗ്രഹിക്കുന്നില്ല.
ഞാൻ ഒരു നല്ല ഞാൻ BSc നഴ്സിംഗ് MSc നഴ്സിംഗ് ചെയ്തത് ആൾക്കാർ ഒത്തിരി പ്രാവശ്യം പറയും വെളിയിൽ പൊയ്ക്കൂടെ. മലയാളി ഹാഫ് മലയാളി എല്ലാം അബ്രോഡില്ല, USA-ലും പിന്നെ റഷ്യയിലും പിന്നെ ദുബായിലും ഒത്തിരി പടത്തായില്ലേ, നിങ്ങൾക്ക് പൊയ്ക്കൂടെ, നിങ്ങൾക്ക് കല്യാണം കഴിച്ച് നല്ല പോലെ ജീവിതം അത് ആക്കിക്കൂടെ. എൻ്റെ മനസ്സിന് ഒരു ഭാരം മതിയുണ്ട്. അന്ത്യം ശ്വാസം വരെ കർത്താവിന്റെ വേല നല്ല പോലെ ചെയ്യണം. ഒരു പാഴും ഇല്ലാത്തത്, ഓരും ഒരു ഒരു വളർച്ചയും ഒരു എന്താ പറയുക, വിത്തൗട്ട് എനി സോർട്ട് ഓഫ് കംപ്ലെയിൻ, വിത്തൗട്ട് കംപ്ലൈനിങ് എനിത്തിങ്. ഒരു കാര്യം ഒരു ആൾക്കാരും നോക്കി ചെയ്യുന്നതല്ല. കർത്താവിന് വേണ്ടി നല്ല പോലെ അധ്വാനിച്ച് കർത്താവിന്റെ പേര് എല്ലാം ആൾക്കാരെല്ലാം അറിയണം. യേശു ആരാണ്, യേശു എന്താ ചെയ്യണത്, യേശു ജീവിതം എങ്ങനെയാ മരിച്ചു മാറ്റുന്നത്. എൻ്റെ അപ്പന്റെ ജീവിതം യേശു മാറ്റി, എൻ്റെ ജീവിതം യേശു മാറ്റി, എൻ്റെ അമ്മച്ചിന്റെ ജീവിതം യേശു മാറ്റി. എൻ്റെ അമ്മൂമ്മ ഇപ്പോ 2 മാസം മുമ്പേ ആ കർത്താവിന് ഉറങ്ങിയത്. അമ്മൂമ്മ January 7, 2026 അത്രയും വയസ്സ് വരെ അത് കർത്താവ് രക്ഷപ്പെട്ടിട്ടും പിന്നെ കർത്താവിന് വേണ്ടി എപ്പോഴും ഞാൻ മീറ്റിംഗ് പോയാൽ എൻ്റെ അമ്മൂമ്മ ഭയങ്കര പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മോന് പോയിട്ടുണ്ട്, എൻ്റെ കർത്താവെ നല്ല അഭിഷേകത്തിന് നിറയ്ക്കണമേ, നല്ല അഭിഷേകത്തിന് യൂസ് ചെയ്യണമേ പറഞ്ഞിട്ട് ഭയങ്കര പ്രാർത്ഥിക്കുന്നത്. എല്ലാം രക്ഷപ്പെട്ടതായി ഞാൻ എൻ്റെ കണ്ണിന് കണ്ടത്. യേശു ആൾക്കാരുടെ ജീവിതം എങ്ങനെയാ മാറ്റിമറിക്കണത്. അത് ഇപ്പോ ആൾക്കാർ പറയുക എല്ലാരും ഇത് യേശു ഇത് മാറ്റും അത് മാറ്റും. പക്ഷെ യേശു ഒരു ജാതിയും ഒരു മതം മാറ്റത്തില്ല. യേശു ജീവിതമാണ് മാറ്റുന്നത്, മനുഷ്യന്റെ ജീവിതമാണ് മാറ്റുന്നത്, മനുഷ്യന്റെ ജീവിതമാ യേശു നന്നാക്കുന്നത്. എത്ര ആൾക്കാർ പള്ളിനകത്ത് വരും പ്രാർത്ഥിക്കാൻ സമയത്ത് ഒത്തിരി ആൾക്കാർ ബന്ധനത്തില, സുസൈഡ് അറ്റംപ്റ്റ് ചെയ്യുക, ഡ്രഗ്സ് എടുക്കുക, വ്യഭിചാരത്തില. പക്ഷേ അവത്തന് പള്ളി പോവുക, ചർച്ചിൽ പോവുക, ചർച്ചിൽ ഇരിക്കുക, പ്രാർത്ഥിക്കുക, ബൈബിൾ പഠിക്കുക. പക്ഷെ യേശുവിന് കൂടെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല. യേശുവിന് കൂടെ ഒരു എന്താ പറയണത്, ഒരു ബോണ്ടിങ് ഇല്ല. അവത്തൻ അങ്ങനെ ഒരു നോമിനൽ ക്രിസ്ത്യൻ ലൈഫാ എടുക്കണത്. ചർച്ച് പോകണം, കർത്താവേശ എടുക്കണം. അവത്തന് പരിശുദ്ധാത്മാവിന് ഒത്തിരി ആൾക്കാരിന് ഇതുവരെയും ഒത്തിരി ആൾക്കാരിന് അറിഞ്ഞൂടാ. നമ്മളുടെ സ്ഥലത്തും ഒത്തിരി ആൾക്കാർ അത്ര നല്ല പോലെ അറിഞ്ഞൂടാ എങ്ങനെയാ നമ്മൾ കർത്താവിന് കൂടെ നടക്കുക, എങ്ങനെയാ നടക്കണം, എങ്ങനെയാ പ്രാർത്ഥിക്കണം, എങ്ങനെയാ കർത്താവിന് എത്ര ആഴമുള്ള സ്നേഹിക്കണം. അങ്ങനെ ഒന്നും അത്ര അറിഞ്ഞൂടാ. അവത്തന്നെ ഒരു നോമിനൽ ക്രിസ്ത്യൻ ലൈഫാ എടുക്കണത്, നോമിനൽ ക്രിസ്ത്യൻ ലൈഫാ അവത്തല് ജീവിക്കണത്. അത് സമയത്ത് ഒരു വാരം എനിക്ക് അതാ കർത്താവിന് നല്ല പോലെ ആൾക്കാർ, സ്പെഷ്യലി യങ് ജനറേഷൻ, യൂത്ത് ജനറേഷൻ നല്ല പോലെ കർത്താവിന് അറിയണം. പിന്നെ വേറെ ഒരു കാര്യമില്ല. ഒരു സെൽഫ് എനിക്ക് ഒരു വീട് വേണോ, പിന്നെ കല്യാണം കഴിക്കണോ, പിന്നെ നല്ല ജോബ് വേണോ, അതെല്ലാത്തിന്റെ ഒരു വാരം എനിക്കില്ല. ഒരു വാരം മതിയ കർത്താവിന് വേല നല്ല പോലെ ചെയ്യണം, നല്ല പോലെ അധ്വാനിച്ച് ചെയ്യണം, നല്ല പോലെ ഇത് പൗലോസ് പറയണ പോലെ അധ്വാനിച്ച് കർത്താവിന്റെ ദുഃഖവും ക്ലേശവും അനുഭവിച്ച് കർത്താവിന്റെ രാജ്യത്തിൽ കയറണം. അതാ പിന്നെ കർത്താവ് ഒത്തിരി നന്ദിയുണ്ട് കർത്താവിന് ഇതുവരെ നടത്തിയത്. എനിക്കറിയാം ഇനി ഫ്യൂച്ചറിലും കർത്താവ് നല്ല പോലെ നടത്തും. യങ്സ്റ്ററിന് മുമ്പേ ഒത്തിരി പേര് ഒരു ന്യൂ ലൈഫ് കൊടുക്കാൻ അത് കർത്താവ് അഭിഷേകം തന്നത്, അത് അഭിഷേകം നല്ല പോലെ യൂസ് ചെയ്യണം. ഒരു ലൈഫിന് മതി കല്ലറനകത്ത് കിടന്ന് ഒരു റൈപ്പും പിന്നെ ഒരു എന്താ പറയുന്നത് ലേട്ടും അടിച്ച് കിടക്കാനുള്ള മനസ്സില്ല. അങ്ങനെ കർത്താവിനെ എങ്ങനെ സ്നേഹിച്ച് നടക്കണം. അതാ കർത്താവിന് ശേഷം ഒന്നും വേണ്ട, കർത്താവിന് ശേഷം ഒരു കാര്യവും വേണ്ട. ഇതുവരെ കർത്താവ് നടത്തിയതും
ഇതുവരെ കർത്താവ് അത് ജീവിക്കുന്ന കർത്താവാ. എനിക്കറിയാം. ഇതുവരെ മിനിസ്ട്രിയിലും ഒത്തിരി പ്രശ്നങ്ങൾ വന്നു, ഒത്തിരി പ്രശ്നങ്ങൾ പോയി. പക്ഷെ കർത്താവ് ഏഹ്, ഒരു എൻ്റെ എൻ്റെ അടുത്ത് അതില്ല, ടാലന്റ് ഇല്ല. ഒരു ടാലന്റ് ഇല്ലാത്തവനാ കർത്താവ് ഒത്തിരി ഏഹ്, ഉം, എന്താ പറയണത്, യൂസ് ചെയ്യണത്. എൻ്റെ അടുത്ത് വരെ ഞാൻ ഒത്തിരി ഞാൻ പോവത്തില്ല. ഒരു പാസ്റ്റർമാര് ഞാൻ പോവത്തില്ല. ഞാൻ മിണ്ടായിരുന്നു. ഒരു സ്ഥലത്തിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഒത്തിരി പാസ്റ്റർമാരും എനിക്ക് അറിഞ്ഞൂടാ. പാസ്റ്റർമാരും ഒത്തിരി റെക്കഗ്നീഷൻ എനിക്കില്ല. എനിക്ക് അത്തിരി മതി അറിയാം. കർ കർത്താവിന് ജോലി നല്ലപോലെ ചെയ്യണം. കർത്താവ് എനിക്ക് അറിയുന്നുണ്ട്. അതാ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. ഇപ്പോ ചർച്ച് നടക്കുക. ഇപ്പോ ചെറുതാനത് പെർസിക്യൂഷൻ ആയ ശേഷം ചർച്ചിനെ ഇപ്പോ മാറ്റി വേറെ സ്ഥലത്താ ചർച്ച് നടക്കുന്നത്. പക്ഷേ കർത്താവ് ഏഹ്, അത് സമയത്തും കർത്താവ് ഉള്ളം കയ്യിൽ കർത്താവ് എടുത്ത് നടത്തി. ഒരു പാഴും വരാത്തതും വന്നില്ല. ഒരു നാശവും ഭവിച്ചില്ല. കർത്താവ് പൈശാചിക ബന്ധനത്തിനെ എല്ലാം അഴിച്ചു മാറ്റി. കർത്താവ് ഒരു പുതിയ ജീവൻ കൊടുത്തു. ഒരു പുതിയ ജീവൻ മനസ്സിനകത്ത് തന്ന് ഒരു ഭാരമാ തന്നെ. ഇപ്പോ ചർച്ചിന് പുതിയ മാഗസിൻ വരാൻ പോവുക. ഒരു 2 മാസത്തിന് ചർച്ചിന് മാഗസിൻ ഇറങ്ങും. പെർസിക്യൂഷൻ ഇവിടെ ഒത്തിരിയാ ഛത്തീസ്ഗഡില്. പക്ഷേ ഇപ്പോഴും പാസ്റ്റർമാർ ഒത്തിരി ആൾക്കാര് ചോദിക്കും, ഇത്തിരി പെർസിക്യൂഷനും ഇത്തിരി മിനിസ്ട്രി എങ്ങനെയാ ചെയ്യണത്? പക്ഷേ പെർസിക്യൂഷൻ വരട്ട് പോട്ട് അത് വലിയ കാര്യമല്ല. യേശുവിന്റെ സമയത്തും ഒത്തിരി പെർസിക്യൂഷൻ ഉണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് യേശു സേവിക്കാൻ വിട്ടില്ല. അതാ മെയിൻ കാര്യം. ഇവിടെയും ഇത്തിരി പെർസിക്യൂഷൻ ആയിട്ടും സേവിക്കാൻ വിടുന്നില്ല. കർത്താവിന്റെ അത് ജോലി നല്ല പോലെ ചെയ്ത് മരിക്കണം. കർത്താവിന്റെ ജോലി ചെയ്ത് മരിച്ചാലും ഒന്നും കുഴപ്പമില്ല. പക്ഷെ കർത്താവിന്റെ ജോലി നല്ല പോലെ ചെയ്യണം. എന്റെ പപ്പ എപ്പോഴും ഒരു കാര്യം പറയും. പപ്പ പോയ സമയത്ത് പപ്പ എന്റെ ഒരു കാര്യം പറഞ്ഞു, മോനെ, കർത്താവിനെ നീ വിടല്ലേ. കർത്താവിനെ നീ സേവിക്കുന്നതാ വീടിനും കുടുംബത്തിലും വലിയ ഒരു ആശീർവാദം. നീ കർത്താവിനെ സേവിക്കുന്നതാ വലിയ ഒരു വീടും കുടുംബത്തിനും വലിയ ഒരു നിധി. നീ കർത്താവിനെ സേവിക്കുന്നതാ നമുക്ക് ഒരു ബലം. നീ കർത്താവിനെ സേവിക്കുന്നതാ എനിക്ക് ഒരു എന്താ പറയുക, എന്റെ മനസ്സിനകത്ത് ഒരു ആനന്ദം. അത് ഏഹ്, അതാല് ഒത്തിരി എന്താ പറയണത്, കർ- നല്ല പാട്ട് പാടും. പപ്പ നല്ല പോലെ പാട്ട് പാടും. മുമ്പേ ഫിലിമി പാട്ടെല്ലാം പാടി നടന്ന ആളാ. പക്ഷെ കർത്താവിന് രക്ഷപ്പെട്ട ശേഷം നല്ല പാട്ടും പിന്നെ നല്ല എന്താ പറയണത്, ഒരു ഏഹ്, ആ- ആത്മീയ ലോകത്തെ നല്ല ഒരു പേര് വച്ച ആളാ. പിന്നെ കർത്താവ് ഇതുവരെ നടത്തി, ഇതുവരെ ഇതുവരെ എല്ലാം കാര്യം നല്ല പോലെ ചെയ്ത് ഇതുവരെ നടത്തുക. അതിന് ഒത്തിരി നന്ദിയുണ്ട്. ഒത്തിരി എന്താ പറയണത്, ഏഹ്, ഉം, എത്രയും താങ്ക്സ് ചെയ്താലും എത്രയും എന്താ പറയുന്നത്, നന്ദി പറഞ്ഞാലും കുറവാ. കർത്താവിന് നന്മകൾ അത്രയാ. ഒത്തിരി മലയാളം എനിക്ക് അറിഞ്ഞൂടാ, ഇല്ലാത്ത പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ എന്താ പറയണത്, പിന്നെ പാസ്റ്റർ ഡാനിയൽ ജോണും ഒത്തിരി താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി, ഫോർ അത് അരോമ ടിവിയുടെ ത്രൂ നല്ല ഒരു സാക്ഷ്യം പറയാനും. മലയാളം ഒത്തിരി അറിഞ്ഞൂടാ, ക്ഷമിക്കുക. എനിക്ക് നല്ല പോലെ മലയാളം മതി. ഇങ്ങനെ സംസാരിക്കാൻ മതി അറിയാം. ഇങ്ങനെ ഇന്റർവ്യൂവിന് നല്ല പോലെ പറയാനും അങ്ങനെ അറിഞ്ഞൂടാ. അതാ കുറച്ച് പ്രശ്നം. ഇതുവരെ കർത്താവ് നടത്തി. എല്ലാവർക്കും താങ്ക് യു ഫോർ ലിസ്ണിംഗ്. അത് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ് ഫോർ എവറിഥിങ് വിച്ച് യു ഹാവ് ഡൺ ഫോർ അസ് ഗോഡ്. കർത്താവെ, സ്പെഷ്യലി അരോമ ടിവിക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ അഫ്തലിന് അത് മിനിസ്ട്രീന് കർത്താവ് ബ്ലെസ് ചെയ്യണം. എത്ര പ്രേക്ഷകർ കാണുക അഫ്തലിന് ബ്ലെസ് ചെയ്യണം. കർത്താവെ, നീ എൻ്റെ ജീവിതം മാറ്റിയതാ. എനിക്ക് ദർശനം തന്നിട്ട് നീ ഇറക്കിയതാ.
ഒത്തിരി യങ്സ്റ്റർ ഇവിടെ ഉണ്ട് കർത്താവെ. എനിക്ക് മലയാളം ഒത്തിരി അറിഞ്ഞുകൂടായില്ല, നല്ല പോലെ ഞാൻ പറയായിരുന്നു കർത്താവെ. പക്ഷെ ഒത്തിരി യങ്സ്റ്റർ ഇപ്പോൾ കാണുക, അവരുടെ ലൈഫിന് ഒരു റൂട്ടില്ല കർത്താവ്. ഒരു റൂട്ട് അവരുടെ ലൈഫിന് കർത്താവ് ഉണ്ടാക്കിക്കൊടു. കർത്താവിന് ഒരു സ്നേഹം അവരുടെ ജീവിതത്തിന് ഉണ്ടാക്കിക്കൊടു. ഒരു ആത്മഭാരം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊടു. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് അവരെ സ്പർശിക്കട്ടെ. അരോമ ടിവിന് ആൾക്കാരിന് കർത്താവിന്റെ ആത്മാവ് സ്പർശിക്കട്ടെ. ഇനി ബലമായി കർത്താവെ സേവിക്കാനും, ഇനി ബലമായി കർത്താവിന്റെ നാമത്തിൽ വലിയ മഹിമാനെ എടുക്കാനും കർത്താവെ. കർത്താവ് അവരെ ആശീർവാദിച്ച് നടത്തി കർത്താവെ. കർത്താവിന്റെ ഭുജബലം അവരുടെ മേലിൽ ഇറങ്ങട്ടെ കർത്താവെ. കർത്താവെ അവരുടെ ടെറിട്ടറീസിനെ എക്സ്റ്റെൻഡ് ചെയ്യും കർത്താവെ. നല്ല ഒരു സൗഖ്യമായ ലൈഫ് അവർക്ക് കൊടു. കർത്താവിന്റെ ജോലി ചെയ്യാനും, കർത്താവിന്റെ അഭിഷേകം പ്രാപിച്ച് കർത്താവിന്റെ വലിയ ആത്മഭാരത്തിൽ ആത്മാവിൽ രക്ഷപ്പെടാനും കർത്താവ് നല്ല ഒരു അവസരത്തിലും ഉണ്ടാക്കിക്കൊടു. ചാനലിനെ ത്രൂ ഒത്തിരി ആൾക്കാർ കേൾക്കുക, അവർക്ക് ആശീർവാദി കൊടു കർത്താവെ. ഞാൻ പ്രാർത്ഥിക്കുക പാസ്റ്റർ ഡാനിയൽ ജോണിന് നല്ല കർത്താവെ സേവിക്കാനും, കർത്താവിന്റെ നാമം മഹത്വപ്പെടാനും, കർത്താവെ ഒരു പുതിയ ആൾക്കാരിന് കർത്താവ് കൊടു. ഒരു നല്ല പുതിയ റൂട്ട് ഉണ്ടാക്കിക്കൊടു. കർത്താവിന്റെ നാമം മഹത്വപ്പെടാനും, കർത്താവിന്റെ രാജ്യം വരാനും കർത്താവെ. പ്രാർത്ഥന കേട്ട് നന്ദി. പ്രാർത്ഥന യേശുവിന്റെ നാമത്തിൽ. ആമേൻ. 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 താങ്ക് യു പ്രിയ ആശിഷ്. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സാക്ഷ്യം പറയുവാന് ദൈവം സഹായിച്ചതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനേക ചെറുപ്പക്കാര് ഇന്ന് ഉള്ള ഒരു കാലഘട്ടമാണ്. അവരുടെ നടുവില് കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി പ്രിയ പൈതൽ ആശിഷിനെ ദൈവം തെരഞ്ഞെടുത്തു. പേരിനകത്ത് തന്നെ ഒരനുഗ്രഹമുണ്ട്. ഒരനുഗ്രഹം. ആ അനുഗ്രഹം അത് അനേക പ്രിയപ്പെട്ടവർക്ക് ലഭിക്കുവാൻ പ്രിയ പൈതൽ ആശിഷിനെ ദൈവം ആക്കി വെച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചു, ഛത്തീസ്ഗഡില് ജനിച്ചു വളർന്നതായ ഒരു വ്യക്തി എന്ന നിലയിൽ മാതൃഭാഷയായ മലയാളം അത് പറയുവാൻ സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെ ജനിച്ച്, അവിടെ വളർന്ന്, അവിടെ പഠിച്ച്, അവിടുത്തെ ജീവിത സാഹചര്യത്തിൽ വന്ന ഒരു വ്യക്തി മലയാളത്തിൽ സംസാരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യം. മറ്റൊരു കാര്യം, ഒരു മദ്യപാനിയുടെ മകൻ, തികഞ്ഞ മദ്യപാനിയായ ഒരു വ്യക്തി, അദ്ദേഹം ഭാര്യയോ മക്കളെയോ കുടുംബത്തെയോ ശ്രദ്ധിക്കാതെ ജീവിതം നയിച്ച ഒരു സാഹചര്യത്തിൽ വളർന്നു വന്ന ഒരു മകൻ എങ്ങനെ ഇങ്ങനെ ഒരു അനുഭവത്തിൽ ഇന്ന് സാക്ഷ്യം പറയുവാൻ കഴിഞ്ഞു എന്ന് ഞാൻ ആലോചിച്ചു പോവുകയായിരുന്നു. നല്ല വിദ്യാഭ്യാസമുണ്ട്, MSc നേഴ്സിംഗ് കഴിഞ്ഞു, വേണമെങ്കിൽ നല്ല ഒരു നിലയിൽ മുന്നോട്ട് കാര്യങ്ങൾ ചിന്തിച്ച് ആ ഒരു ലെവലിൽ പോകാമായിരുന്നു. സമൂഹത്തിലെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞതുപോലെ വേണമെങ്കിൽ വിദേശത്ത് പോകാം, വിവാഹം കഴിഞ്ഞിട്ട് ആ ഒരു നിലയിൽ ജീവിതം നയിക്കാം, നല്ല ജോലി, നല്ല സമ്പാദ്യം ഒക്കെ ഉണ്ടാക്കാം. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി കർത്താവ് വിളിച്ചു, കർത്താവ് സംസാരിച്ചു, കർത്താവ് തിരഞ്ഞെടുത്തു. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ സ്നേഹം ദൈവം ഉള്ളിൽ തന്നു. അത് നഷ്ടപ്പെട്ടു പോകുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായി തീരുവാൻ, ആശിഷ് ആയിത്തീരുവാൻ ദൈവം നിയോഗിച്ചു. ആ നിയോഗത്തെ ഏറ്റെടുത്ത ഒരു ചെറുപ്പക്കാരനാണ് പ്രിയ ആശിഷ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കർത്താവ് സഹായിക്കട്ടെ. പെർസിക്യൂഷൻ ഉണ്ട്, നിയമങ്ങൾ നമുക്ക് അനുകൂലമല്ല, സാഹചര്യങ്ങളെല്ലാം നമ്മുടെ ഓപ്പോസിറ്റ് ആണ്. എങ്കിലും സാഹചര്യങ്ങളെ
എല്ലാം നമുക്ക് അനുകൂലമാക്കി തന്ന് നമ്മോട് കൂടെ ഇരിക്കുന്ന, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ വീര്യമുള്ള ഭുജം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് പോലെ പ്രിയ പൈതൽ ആശിഷിനെയും ദൈവം അനുഗ്രഹത്തോടെ ആക്കിയിരിക്കുന്ന ഇടത്ത് ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അവിടെ ഒരു ചെറിയ കൂട്ടായ്മ നടത്തുന്നെന്ന് കേട്ടു. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പോകട്ടെ. അത് മാത്രമല്ല, അനേക ചെറുപ്പക്കാർക്ക് ഒരു മാതൃകയായി പ്രിയ ആശിഷ് ശുശ്രൂഷയിലും ജീവിതത്തിലും മുൻനിൽക്കുവാൻ ദൈവം ഉപയോഗിക്കട്ടെ. മാതാവിന്, സഹോദരങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്ക് ഒക്കെ ഒരു അനുഗ്രഹമായി തീരട്ടെ, ആശ്വാസമായി തീരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ല സമയം വേർതിരിച്ച് ഈ സമയം അരോമ TV പ്രേക്ഷകരോടൊപ്പം, എനിക്കറിയാം മലയാളം പറയാൻ ഒത്തിരി ബുദ്ധിമുട്ടി, എങ്കിലും അത് നോ പറയാതെ കഴിയുന്ന രീതിയിൽ നല്ലതുപോലെ പരിശ്രമിച്ച് ആ സാക്ഷ്യം പറയുവാന് ശ്രമിച്ചു. അത് മലയാളികളായ പ്രേക്ഷകർക്കും അത് മനസ്സിലാക്കുവാൻ കഴിയും. അത് അനേകർക്ക് അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രിയ ആശിഷിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾക്കും ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ദൈവനാമം മഹിമപ്പെടുവാൻ പ്രിയ സഹോദരനെ കർത്താവ് തിരഞ്ഞെടുത്ത വിധങ്ങളെക്കുറിച്ച് കേട്ടല്ലോ. നമുക്ക് ഈ പ്രിയപ്പെട്ടവനെ, അവരുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് പ്രാർത്ഥനയിൽ ഓർക്കാം. അതുപോലെ തന്നെ ചെറുപ്പക്കാർക്ക് ഒരു പ്രചോദനമായി തീരട്ടെ. അനേക ചെറുപ്പക്കാര്, പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസവും നല്ല ജീവിത സാഹചര്യം ചുറ്റുപാടും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ സുവിശേഷ വേല എന്ന് പറയുന്നത് ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ അവരുടെയൊക്കെ നടുവില് ഒരു അന്യസംസ്ഥാനത്ത് ജനിച്ചു വളർന്ന് നല്ല വിദ്യാഭ്യാസമുള്ള, പ്രത്യേകിച്ച് ഒരു മദ്യപാനിയുടെ മകനായി ജനിച്ചു വളർത്തപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ഒരു യൗവനക്കാരന് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച, കർത്താവ് തിരഞ്ഞെടുത്തപ്പോൾ, കർത്താവ് സംസാരിച്ചപ്പോൾ, മറ്റ് ഏതൊരു കാര്യത്തെക്കാൾ ഉപരിയായി കർത്താവിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ ജീവിതം സമർപ്പിച്ചെന്ന് കർത്താവിന്റെ പേരിലായിരിക്കുന്ന ഈ പ്രിയ മകനെ പോലെ നമ്മുടെ മധ്യത്തില് നമ്മുടെ കുഞ്ഞുങ്ങള്, നമ്മുടെ ചെറുപ്പക്കാര് കർത്താവിന്റെ വേലയില് ഇറങ്ങുവാൻ അവസരങ്ങൾ ഉണ്ടാകട്ടെ, നിങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ച രാത്രി 8 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.